ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മളിന്ന് നിഫ്റ്റിയിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്. ഇന്ന് നല്ലൊരു ഗ്യാപ്പ് അപ്പാണ് ഉണ്ടായിരിക്കുന്നത്, നമുക്ക് നോക്കാം. എൻ്റെ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് ഒരു ഡിപ്പ് തരാനായിട്ട് സാധ്യത ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ആക്ച്വലി നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിഫ്റ്റി ആണോ ബാങ്ക് നിഫ്റ്റി ആണോ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുക, ലെവൽസ് നമ്മളിപ്പോൾ കറക്റ്റ് ആകുമെന്നുള്ള അറിയത്തില്ല. ചെറിയൊരു കൺഫ്യൂഷനിലാണ്. എന്തായാലും നമുക്ക് ഒരു ഡൗൺ സൈഡ് ട്രേഡ് കിട്ടുമെന്ന് നോക്കാം. ഈ ഡൗൺ സൈഡ് ട്രേഡ് കിട്ടാൻ ആയിട്ട് നോക്കുന്നതിന് കാര്യം എന്ന് വെച്ചാൽ, മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് സ്പേസ് വേണം. അപ്പോൾ അതിനവിടെ മുകളിലോട്ട് നമുക്ക് ഒന്നുമില്ല മാർക്കറ്റിൽ. അതുകൊണ്ടാണ് മാർക്കറ്റ് ഫസ്റ്റ് ഡൗൺ സൈഡ് പോകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതർവൈസ് മാർക്കറ്റ് നമ്മുടെ അപ്വേർഡാണ്. മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. പ്രീവിയസ് ഡേ ഹൈയുടെ താഴെ തന്നെയാണ് ഓപ്പൺ ആയിരിക്കുന്നത്. നല്ലൊരു റെഡ് ക്യാൻഡിൽ വന്നിട്ടുമുണ്ട്. നമുക്ക് പ്രോപ്പറായിട്ടൊരു കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം നമുക്കൊരു ട്രേഡ് എൻ്റർ ചെയ്യാം. ഒരു സൈഡ് ട്രേഡ് നമുക്ക് എൻ്റർ ചെയ്യാം. എൻ്റെ ബയാസ് സൈഡാണ്. എങ്കിലും നമ്മളങ്ങനെ അതേ ചെയ്യുള്ളൂ എന്ന് നമുക്കങ്ങനെ വാശി പിടിച്ചിരിക്കത്തില്ല. നമുക്ക് പ്രീവിയസ് ഡേ ഹൈ ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു കോൾ സൈഡിലോട്ടുള്ള ട്രേഡ് ആണെങ്കിൽ നമ്മൾ എൻ്റർ ചെയ്യും. ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മൾ സൈഡാണ് പ്രിഫർ ചെയ്യുന്നത്. അല്ല, ശരി വരുന്ന ക്യാൻഡിൽ 20 EMI ബ്രേക്ക് ചെയ്ത് താഴോട്ട് നമ്മുടെ ആ ബ്ലൂ ലൈൻ വരെ, ഫസ്റ്റ് ബ്ലൂ ലൈൻ വരെ എന്തായാലും വരാനുള്ള സാധ്യതകളുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ സീറോദയിൽ ഭയങ്കര ഗ്ലിച്ചസ് കാണുന്നുണ്ട്. നമ്മളെപ്പോൾ ട്രേഡ് ചെയ്യാൻ നോക്കുമ്പോഴും ഗ്ലിച്ചസ് കാണും. ഇപ്പോഴും നമ്മുടെ ഫ്യൂച്ചേഴ്സ് പ്രോപ്പറായിട്ട് കാണിക്കുന്നില്ല. നമ്മൾ ട്രേഡ് എൻട്രി ചെയ്തിട്ടുണ്ട്. 22,700 നമ്മൾ എടുത്തേക്കുന്നത്. 177 ആണ് നമ്മുടെ ബൈയിങ് പ്രൈസ്. ഒരു 10-12 റുപ്പീസ് ആണ് നമ്മുടെ സ്റ്റോപ്പ് ലോസ്. അതായത് ഒരു 165 ഒക്കെ എത്തുകയാണെങ്കിൽ നമ്മൾ ഈ ട്രേഡിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഈ ട്രേഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഫേവറായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കത് കുറച്ച് ഹോൾഡ് ചെയ്യാം. നമുക്കൊരു 25-30 പോയിൻറ്റ്സൊക്കെ ഈസി ആയിട്ട് അതിൽ പിടിക്കാൻ പറ്റേണ്ടതാണ്. നമുക്ക് നോക്കാം. കാരണം ഞാൻ പറഞ്ഞ ബ്ലൂ ലൈൻ വരെ വരികയാണെന്നുണ്ടെങ്കിൽ, ബ്ലൂ ലൈൻ വരെ വരണ്ട, അതിന് മുമ്പേ നമുക്ക് 30 പോയിൻറ്റ്സൊക്കെ കിട്ടും. ആ 20 EMI ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് താഴോട്ട് വരണം. നമ്മൾ ട്രേഡ് ഇപ്പം നമുക്ക് ഫേവറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, പ്രോഫിറ്റബിളാണ് ഇപ്പം നമ്മൾ ട്രേഡ്. ഇപ്പോൾ 1,500 റുപ്പീസ് വരെ പ്രോഫിറ്റ് ഇപ്പം നമുക്ക് കാണിച്ചു നമ്മൾ ട്രേഡ്. $1,700 വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ മാർക്കറ്റ് ഭയങ്കര പതുക്കെയാണ് മൂവ് ചെയ്യുന്നത്. പ്രീമിയം അങ്ങോട്ട് നീങ്ങുന്നില്ല. പ്രീമിയം നീങ്ങുന്നില്ല. സ്പോട്ട് ചാർട്ടിലും കാര്യമായ അനക്കമില്ല. നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ പിന്നെയും വന്ന് നിൽക്കുകയാണ് ക്യാൻഡിൽ. $1,700 പ്രോഫിറ്റ് കാണിച്ചിരുന്നത് ഇപ്പോൾ നമ്മുടെ ട്രേഡ് ഓൾമോസ്റ്റ് 1,000 റുപ്പീസ് ലോസിലോട്ട് എത്തിയിട്ടുണ്ട്. കാരണം ഫ്യൂച്ചറിൽ റെഡ് ക്യാൻഡിലാണ് കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം നോക്കുമ്പോൾ അത് ഗ്രീൻ ക്യാൻഡിലായി. കണ്ടോ, സീറോദിൽ എന്തോ ബഗ് ഉണ്ട്, ഇതിനകത്ത് ഗ്ലിച്ചസ് ഉണ്ട്, അതാണ് അങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ ശരിയായി. നമ്മൾ റിഫ്രഷ് ചെയ്യുമ്പോഴേ അത് ശരിയാവുന്നുള്ളൂ. ഇന്ന് ഫ്രൈഡേ ആണ്. പൊതുവേ ഫ്രൈഡേ ഞാൻ വളരെ, എന്നെ സംബന്ധിച്ച് വളരെ മോശം ദിവസം, മോശമായിട്ടുള്ള, അതായത് ട്രേഡുകൾ അത്ര നല്ലതില്ല. എപ്പോഴും മാർക്കറ്റ് അധികം വലിയ മൂവ്മെൻറ്റ് സാധാരണ കാണിക്കാറില്ല. ഇപ്പം ഇപ്പം ഫ്രൈഡേയും എക്സ്പയറി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഫ്രൈഡേസ് കുഴപ്പമില്ലെങ്കിൽ ഞാൻ ഫ്രൈഡേ വളരെ ശ്രദ്ധിച്ചേ ചെയ്യാറുള്ളൂ. ബയേഴ്സിന് അത്ര ഫേവറബിൾ ആക്ച്വൽ 2 ദിവസം അവധി ആയതുകൊണ്ട് സെല്ലേഴ്സ് എല്ലാം ലോങ് പൊസിഷൻസൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ദിവസമാണ്. അപ്പോൾ അവർ മാർക്കറ്റ് അധികം മൂവ് ചെയ്യാനായിട്ട് അവർ സമ്മതിക്കത്തില്ല.
ഇതിപ്പോൾ നമ്മുടെ മാർക്കറ്റിന് മുകളിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ മാർക്കറ്റ് താഴത്ത് വന്നേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവിടുന്ന് ഫർദർ അപ്വേർഡ് മൂവ്മെൻറ്റ് പ്രയാസമാണ്. കാരണം ഇപ്പോൾ ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷനെ സംബന്ധിച്ച് ഒരു 5,000 crores മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് പൊസിഷൻസ് ബൈ ചെയ്യാനായിട്ട് ആൾക്കാർ വേണം. അവർ സെല്ല് ചെയ്യുന്ന പൊസിഷൻസ് ബൈ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ അവർക്ക് ബൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്രയും പൊസിഷൻസ് സെല്ല് ചെയ്യാനായിട്ട് ആൾ വേണം. അപ്പോൾ അവരാദ്യം അതിനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അവർക്ക് അവർ ഉദ്ദേശിക്കുന്ന പൈസ അവർക്ക് മാർക്കറ്റിൽ ഡിപ്ലോയ് ചെയ്യാനോ അല്ലെങ്കിൽ എന്താണോ അവർ ആക്ടിവിറ്റി ഉദ്ദേശിക്കുന്നത് അത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരാവശ്യമാണ്. ഇപ്പോൾ 20 EMIയിലോട്ട് നമ്മുടെ ട്രേഡ് എത്തിയിട്ടുണ്ട്. നോക്കാം, അത് ബ്രേക്ക് ചെയ്യുന്നത് നോക്കാം. വീണ്ടും നമ്മുടെ ട്രേഡ് 1,700 പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. ഒരു 15-20 rupees ക്രോസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പ്രോഫിറ്റ് ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ മൂവ്മെൻറ്റ് തീരെ കുറവാണ്. വീണ്ടും നമ്മൾ ലോസിലെത്തി. ഈ ട്രേഡ് നമ്മളിപ്പോൾ ഹോൾഡ് ചെയ്യാൻ ഏകദേശം ഒരു 3 ക്യാൻഡിൽസ് കഴിഞ്ഞു. അതായത് 10 മിനിറ്റ്സ് എങ്കിലും കഴിഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ പൊസിഷൻസ് എക്സിറ്റ് ചെയ്തു 172-ൽ, ഓൾമോസ്റ്റ് ഒരു 5 rupees വെച്ചിട്ട് നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്തു. നമുക്ക് നോക്കാം. നമ്മുടെ ഫേവറായിട്ട് നമ്മൾ ഡൗൺ സൈഡ് പൊസിഷൻ തന്നെ നോക്കുന്നുള്ളൂ, എന്നാൽ അപ്പ് സൈഡ് ട്രേഡ് നോക്കുന്നില്ല. ഡൗൺ സൈഡ് ട്രേഡ് നമുക്ക് ഫേവറായിട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് എടുക്കാം. ഞാൻ വേറെ പൊസിഷന് ക്രിയേറ്റ് ചെയ്തു. സെയിം സ്ട്രൈക്ക് നമ്മൾ 181-ൽ എടുത്തിട്ടുണ്ട്. $177 നമ്മുടെ എൻട്രി വളരെ കറക്റ്റായിരുന്നു. പക്ഷെ നമ്മുടെ ട്രേഡ് 2-3 പ്രാവശ്യം നമുക്ക് പ്രോഫിറ്റ് കാണിച്ച് വീണ്ടും ലോസ് കാണിച്ചപ്പോൾ എൻ്റെ ഒരു കോൺഫിഡൻസ് കുറഞ്ഞു. അപ്പോൾ നമ്മൾ 2,000 ക്ലോസ് ടു 2,000 rupees ലോസിലാണ്. ഇനിയിപ്പോൾ ഈ ട്രേഡ് ഞാൻ അധികം ഹോൾഡ് ചെയ്തില്ല. കാരണം വെച്ചാൽ നമ്മളെ സംബന്ധിച്ച് ഫസ്റ്റ് ട്രേഡ് നമ്മൾ ലോസിൽ എക്സിറ്റ് ചെയ്തു. സെയിം പൊസിഷൻ നമ്മൾ സെയിം എൻട്രി വീണ്ടും റിപ്പീറ്റ് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇന്ന് ലോസ് ഇല്ലാതെ ഗ്രീനിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് അതിനായിട്ട് ശ്രമിക്കുക. പക്ഷേ എനിക്ക് ഈ ട്രേഡ് താഴത്തോട്ട് വരുന്നത് തന്നെയാണ് ചിന്തിക്കുന്നത്. ഇവിടെ ചെറിയ പ്രശ്നം വെച്ചാൽ ഇതുവരെ ഫ്യൂച്ചേഴ്സ് ഈ 20 EMI ബ്രേക്ക് ചെയ്ത് താഴ്ത്തിട്ട് വന്നിട്ടില്ല. അതാണ് ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ. പക്ഷേ ഫസ്റ്റ് ട്രേഡ് നമുക്ക് കുറച്ചും കൂടെ മൂവ്മെൻറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടായതിനെ കുറച്ച് ഹോൾഡ് ചെയ്യാനുള്ള. ഇത് ഫസ്റ്റ് ട്രേഡ് നമുക്ക് നെഗറ്റീവ് ആയപ്പോഴേ നമ്മുടെ ഒരു കോൺഫിഡൻസ് ലെവൽ കുറച്ചൊന്ന് കുറഞ്ഞു. ഇപ്പോൾ 5,000 rupees നമ്മുടെ ലോസ് കാണിക്കുന്നുണ്ട്. നമ്മൾ മാക്സിമം ഒരു 8,000 to 10,000 rupees ലോസ് വരെ നമ്മൾ ബെയർ ചെയ്യുള്ളൂ, എന്തിനും സംഭവിച്ചാലും. അതിൽ കൂടുതൽ നമ്മൾ ലോസ് ചെയ്ത് ഇന്നത്തെ എൻ്റയർ ഡേയിൽ നമ്മൾ എടുക്കില്ല. കാരണം ഇന്നലത്തെ പ്രോഫിറ്റിൻ്റെ ഏകദേശം അടുത്ത് തന്നെ നമ്മൾ ഇന്നത്തെ ലോസ് നിർത്താനായിട്ട് ശ്രമിക്കണം. അല്ലെങ്കിൽ നമുക്കൊരു 1 or 2 ഡേയ്സിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്ന
ലോസ് ആയിരിക്കണം. അതിൽ കൂടുതൽ ലോസ് നമ്മൾ എടുക്കരുത്. ഇപ്പോൾ നമ്മൾ ട്രേഡ് വീണ്ടും നമ്മൾ പ്രോഫിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് ബ്രേക്ക് ഈവൻ എന്ന് പറയാം. ഗ്രീനിലോട്ടായിട്ടുണ്ട്. 2000-3000 റുപ്പീസ് വരെയൊക്കെ ഗ്രീൻ ആയിട്ടുണ്ട്. വീണ്ടും അത് കുറഞ്ഞു പോവാണ്. മാർക്കറ്റിൽ ഡിസിസീവായിട്ട് മൂവ്മെൻറ്റ് വരുന്നില്ല താഴത്തോട്ട്. നമ്മുടെ പൊസിഷൻസ് കുറച്ച് നമ്മൾ എക്സിറ്റ് ചെയ്തു. നമ്മൾ ഗ്രീനിലാണ്. എന്തായാലും നമുക്ക് ഇന്ന് ഗ്രീനിലേ നമ്മൾ എക്സിറ്റ് ചെയ്യുള്ളൂ. നമ്മൾ പ്രതീക്ഷ പോലെ തന്നെ വരുന്നുണ്ട്. പക്ഷേ നമ്മുടെ മെയിൻ ക്വാണ്ടിറ്റി എല്ലാം നമ്മൾ എക്സിറ്റ് ചെയ്തു. ഇനി കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുള്ളൂ. ഈ ഫസ്റ്റ് ബ്ലൂ ലൈൻ വരെ വരാൻ CPR ആണ്. ആ ലൈൻ വരെ വരേണ്ടതാണ്. ഇപ്പോൾ സൂപ്പർ ട്രെൻഡിൽ സപ്പോർട്ട് എടുത്തു. ബാങ്ക് നിഫ്റ്റിയൊക്കെ ഈ സമയത്ത് എന്തായാലും ഡൗൺവേർഡ് ട്രേഡ് ആയിക്കഴിഞ്ഞാൽ ട്രെൻഡ് നല്ലപോലെ കാണിക്കുന്നു. പക്ഷേ നിഫ്റ്റി ആ ഒരു അഗ്രഷൻ നിഫ്റ്റിയിൽ കാണാൻ സാധിക്കുന്നില്ല. നിഫ്റ്റി ഇപ്പോഴും സൈഡ് വേസ് തന്നെയാണ്. ഇന്ന് നമ്മുടെ ടാർഗറ്റ് എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ കറക്റ്റ് സമയത്ത് നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിച്ചില്ല. നമ്മൾ കുറച്ചും കൂടെയും കൂടുതൽ പോയിൻറ്റ്സ് കിട്ടുന്ന പ്രതീക്ഷയാണ് അത് ബുക്ക് ചെയ്യാൻ പറ്റാതെ പോയത്. പക്ഷെ ഒരു ബയറെ സംബന്ധിച്ച് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോഫിറ്റ് ലോസ് മാനേജ് ചെയ്യേണ്ടതുപോലെ തന്നെ പ്രോഫിറ്റ് മാനേജ് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. എന്തായാലും ഈ ട്രേഡ് നമ്മൾ ഗ്രീനിൽ തന്നെ എക്സിറ്റ് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ ലോസ് എടുക്കത്തില്ല. ഇടയ്ക്ക് നമ്മുടെ ലോസ് 7000 റുപ്പീസ് വരെ എത്തിയായിരുന്നു. ആ 7000 റുപ്പീസ് ലോസാണ് നമ്മൾ റിക്കവർ ചെയ്ത് ഇപ്പോൾ ഗ്രീനിൽ നിൽക്കുന്നത്. ഇന്നത്തെ നമ്മുടെ 2 ട്രേഡ് ആയി. ഇനിയും വേറെ ഒരു ട്രേഡ് ഞാൻ നോക്കാൻ സാധ്യത കുറവാണ്. നിഫ്റ്റി ഭയങ്കര സൈഡ് വേസാണ്. അല്ലെ നമുക്ക് നല്ല പോയിൻറ്റ്സ് കിട്ടേണ്ട സമയം കഴിഞ്ഞു. ആ ഗ്രീൻ ലൈൻ ബ്രേക്ക് ചെയ്താൽ നമുക്കൊരു സ്പൈക്ക് കിട്ടിയാൽ ഇപ്പം നമ്മുടെ പോയിൻറ്റ്സ് നന്നായിട്ട് കയറിയാൽ. നമ്മൾ ഓൾമോസ്റ്റ് 2500 റുപ്പീസോളം പ്രോഫിറ്റ് എത്തിയിട്ടുണ്ട്. നോക്കാം നമുക്ക്. $4000 പ്രോഫിറ്റ് കാണിച്ചിട്ട് നമ്മളൊരു 7000 ലോസായി. ഇപ്പം നമ്മൾ ഏകദേശം 2000 പ്ലസ്സിൽ നമുക്ക് ക്ലോസ് ചെയ്ത് നോക്കാം. 2000 അടുപ്പിച്ച് എവിടെയെങ്കിലും നമുക്ക് ക്ലോസ് ചെയ്യാൻ നോക്കാം. അല്ല അറ്റ് എനി കോസ്റ്റ് നമ്മൾ കോസ്റ്റിൽ എക്സിറ്റ് ചെയ്യും. ലോസ് എന്തായാലും ഈ ട്രേഡിനെ എടുക്കത്തില്ല. ഒരു ബയറെ സംബന്ധിച്ച് ആദ്യം നമ്മുടെ ക്യാപിറ്റൽ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻറ്റൻഷൻ. നമ്മൾ ലോസ് കുറയ്ക്കാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ പ്രോഫിറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ഉണ്ടായിക്കോളും. പ്രോഫിറ്റിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യേണ്ട. പിന്നെ അതുപോലെ നമ്മുടെ എല്ലാ ട്രേഡും പ്രോഫിറ്റ് ആയിരിക്കണം നമ്മൾ വാശി പിടിക്കുകയും വേണ്ട. നമ്മൾ 10 ട്രേഡ് എടുത്താൽ അതിനകത്ത് 3 ട്രേഡൊക്കെ എന്തായാലും നമുക്ക് ലോസ് വരാം.
നമ്മൾ ട്രേഡ് നമ്മൾ എക്സിറ്റ് ചെയ്തു. 2000 റുപ്പീസിട്ട് നമ്മൾ എക്സിറ്റ് ചെയ്തു. എന്തായാലും ഈ ബ്ലൂ ലൈൻ വരെ ട്രേഡ് വരാനുള്ള സാധ്യതയുണ്ട്. ഇനി നമുക്ക് എന്തായാലും മൺഡേയിൽ നമുക്ക് നോക്കാം. ഓൾമോസ്റ്റ് അവിടെ എത്തി. നമ്മൾ നമ്മുടെ ട്രേഡൊക്കെ എന്തായാലും എക്സിറ്റ് ചെയ്തത് ഇപ്പോൾ നമ്മൾ സേഫായിട്ടിരിക്കുകയാണ്.